മാർക്കോ പോലുള്ള വയലൻസ് സിനിമകളാണോ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നത്? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തീരെ അല്ല എന്നല്ല, അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് പല കാര്യങ്ങളുമുണ്ട്. ഏറ്റവും ആദ്യമായിട്ടുള്ളത് സിന്തറ്റിക് ഡ്രഗുകൾ തന്നെയാണ്. MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപയോഗമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ അക്രമ സ്വഭാവമുള്ളവനാക്കി മാറ്റുന്നത്. അതേപോലെ കില്ലിംഗ് ടാസ്കുകളുള്ള ഗെയിമുകൾ നമ്മുടെ കുട്ടികൾ വീട്ടിലിരുന്ന് തന്നെ കളിക്കുന്നുണ്ട്. ഒരു സിനിമ കാണുമ്പോൾ സിനിമയിലെ ഒരു അക്രമ സ്വഭാവമുള്ള സിനിമയാണെങ്കിൽ പോലും അത് കാണുമ്പോൾ ഒരു അക്രമത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ കില്ലിംഗ് ടാസ്കുള്ള ഗെയിമുകൾ കളിക്കുമ്പോൾ ആ കുട്ടികൾ തന്നെയാണ് കൊല്ലുന്നത്. അവർ തന്നെ വേറൊരാളെ കൊല്ലുന്ന രീതിയിലാണ് അവരുടെ തലച്ചോറ് അതിനെ അനലൈസ് ചെയ്യുന്നത്. പക്ഷെ സിനിമയാവുമ്പോൾ മറ്റുള്ള ആളുകൾ ആക്രമിക്കുന്നതിന് സാക്ഷ്യം വഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതേപോലെ സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംഗതിയാണ്. ഏതെങ്കിലും ഒരു രംഗം കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സെൻസർ ബോർഡിന് കട്ട് ചെയ്യാൻ സാധിക്കും. സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കേഷൻ ഉള്ള സിനിമകളാണ് ഇറങ്ങുന്നത്. സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്നത് പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ സ്വഭാവം കുട്ടികളിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാരിനാണ്. പക്ഷേ ഈ സിന്തറ്റിക് ഡ്രഗുകളും കില്ലിംഗ് ടാസ്കുള്ള ഗെയിമുകളും ഒക്കെ നമ്മൾ സമൂഹം ഒന്നടങ്കം ഒന്നിച്ച് അതിനെ എതിർക്കേണ്ടതുണ്ട്. അതിനെതിരായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടമായി ചെയ്യേണ്ട കാര്യമാണ്. അത് സർക്കാരിന് മാത്രം ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ നമ്മുടെ വാർത്തകൾ യാഥാർത്ഥ്യമാണ് പറയുന്നതെങ്കിൽ പോലും വാർത്തകൾ വളരെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. വാർത്താ അവതരണ ശൈലികൾ പോലും വളരെ നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ മനുഷ്യൻ വളരെ ആക്രമണ സ്വഭാവമുള്ള ഒരു ജീവിയാണ് എന്ന യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മനുഷ്യൻ ഈ കൊലപാതകങ്ങളൊന്നും. ചരിത്രാതീത കാലം മുതൽ, ശിലായുഗ മനുഷ്യൻ മുതൽ തുടങ്ങിയതാണ് ഈ കൊലപാതകങ്ങൾ.